ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ ലക്നൗവിന് പോകാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, റോഡ് വഴി പോകാനാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ 80 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ എല്ലാം പണി നടക്കുന്നുണ്ട്, കുറേ ട്രാഫിക്, ഒത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ശതാബ്ദിയിൽ കയറി. ശതാബ്ദിയിൽ നമ്മൾ 11:30 ആകുമ്പോൾ കയറിയാൽ 12:45 കഴിയുമ്പോഴത്തേനും ലക്നൗ എത്തും. നല്ല സുഖമായിട്ട് ട്രാഫിക്കും ഇല്ല എത്തും. ലക്നൗവിന് ഞാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഫ്രണ്ട് പ്രിയങ്കയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നോക്കി നിന്നപ്പോഴത്തേനും പ്രിയങ്ക വന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ വരുന്ന എൻ്റെ 2 ദിവസം മുമ്പ് പ്രിയങ്കയ്ക്ക് ചെറുതായിട്ട് കോൾഡ്, പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീരെ വീക്കാണ്. പക്ഷേ എന്നാലും പിന്നെ എന്നെ കണ്ട ഒരു ഇതിൽ ഇങ്ങനെ നടക്കുകയാണ്. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് വൈകുന്നേരം റെസ്റ്റ് എടുത്തു, കാരണം പ്രിയങ്കയ്ക്ക് തീരെ വയ്യായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളിങ്ങനെ അപ്പോൾ എനിക്കൊരു ഓൺലൈൻ ബുട്ടീക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ലുലുവിൽ പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, മാർക്കറ്റ്. അത് പിന്നെ എൻ്റെ ബുട്ടീക്കിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുവിൽ പോകാമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ നോക്കി എവിടെ നോക്കിയിട്ടും ലൈറ്റ് ഭയങ്കരമായിട്ട് വരുന്നു, അത് ചെക്ക് ചെയ്യാണ് കേട്ടോ. പ്രിയങ്കയ്ക്ക് തീരെ വയ്യ. പക്ഷെ എന്നാലും ഞാൻ വന്നതുകൊണ്ട് ലുലു ജസ്റ്റ് അവിടെ നിന്ന് അടുത്താണ് നമ്മൾ. പക്ഷെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോയത് ഞങ്ങൾ ക്യാബ് എടുത്ത് പോയി, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക എന്നെ അവിടെ വിട്ടിട്ട് തിരിച്ച് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അവിടെ നിൽക്കാനൊക്കെ ഉള്ളൊരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ എപ്പോഴും പോക്ക് നടക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വിചാരിച്ചത്രയൊന്നും ഷോപ്പിംഗ് ചെയ്യാനും പറ്റില്ല, കുറച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലുലു അടുത്തായതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുക. അപ്പോൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് അന്ന് എന്തായിരുന്നു ദിവസം, തേഴ്സ്ഡേ ആയിരുന്നു. ഒട്ടും തിരക്കില്ല, പാർക്കിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ സാറ്റർഡേ സൺഡേ പോകുമ്പോഴാണല്ലോ ഭയങ്കര തിരക്ക്. അപ്പോൾ അത് ഇഷ്ടം പോലെ പാർക്കിംഗ് ലോട്ടും ഒക്കെയുണ്ട്. ലക്നൗവിലെ ലുലു ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ പാർക്കിംഗ് ചെയ്തിട്ട് എനിക്കങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂർ നിന്ന് പ്രിയങ്കയും കൊണ്ട് കൂടുതൽ അങ്ങനെ സ്ട്രെയിൻ ചെയ്യിക്കണമെന്നില്ല. കുറച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഞങ്ങൾ മന്ത്ലി ഒരു പ്രാവശ്യം ലക്നൗ വരാറുണ്ട് ലുലുവിൽ. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ കിട്ടുമല്ലോ, അതനുസരിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ച്, കുറച്ച് ജ്യൂസസും കുറച്ച് പിന്നെ നമ്മുടെ മലബാർ പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റീജുവനേഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ, ചൈനീസ് ഓറഞ്ച്, പ്ലം, ഇതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ചെറിയ ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ, വേറെ ഒരു കടയിലും കയറിയില്ല. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതെനിക്കൊരു റീജുവനേഷനാണ് കേട്ടോ. 2 ദിവസം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഗേൾസ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഒക്കെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഡിപ്രഷനിലോട്ടൊക്കെ പോകുമ്പം ഇതൊരു നല്ല രസമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം റീചാർജിങ് അത്രയും ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്കയ്ക്ക് സുഖമില്ലല്ലോ. എന്നാലും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രിയങ്ക കേൾക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ എൻ്റെ ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ കുറേ നടക്കും, കുറേ വെളിയിൽ നിന്ന് കഴിക്കും, ഷോപ്പിംഗ് ചെയ്യും, അങ്ങനെ വീട്ടിലിരിക്കത്തേ ഇല്ല. ഇപ്രാവശ്യം പക്ഷേ കൂടുതൽ ടൈം വീട്ടിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. പിന്നെ പ്രിയങ്ക പറഞ്ഞു, എന്നെ വീഡിയോയിൽ അധികം കാണിക്കുകയും ചെയ്തത്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രിയങ്ക ഞാൻ അധികം വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ടും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ മലബാർ പൊറോട്ടയൊക്കെ കിട്ടണമെങ്കിൽ ലക്നൗ വരണം. പിന്നെ അല്ലെങ്കിൽ ചിലപ്പം കേരള സ്റ്റോറിൽ കിട്ടും കേട്ടോ. എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എത്രയാണെന്ന് പറഞ്ഞാൽ വീറ്റ് പൊറോട്ട കഴിക്കുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ നോർമൽ പണ്ടത്തെ പൊറോട്ട കഴിക്കുന്ന കേട്ടോ നല്ലത്. കാവൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആണ് ഇവിടെ വരുന്നത് മെയിൻലി. അല്ല, വേറെ ഉണ്ട്, പക്ഷേ അവരുടെ കാവൻറ്റേഴ്സിന് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ നല്ല ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ഇച്ചിരി ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് തവയിൽ ചൂടാക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ. അത് ഏതായാലും നമുക്ക് പാക്ഡല്ലേ ഇവിടെ കിട്ടത്തുള്ളൂ. ഇവിടെ അല്ലാതെ നമ്മൾ ശരിക്കും കിട്ടുന്ന പ്യുവർ കോക്കനട്ട് വാട്ടർ അത്രയ്ക്കൊരു മധുരമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ കുടിക്കാം എന്നേ ഉള്ളൂ. ജ്യൂസസ് ആണ് മെയിൻ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിങ്ങിൽ. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, ഓണം വ്ളോഗൊക്കെ എന്താ ഇടാത്തത്. ഓണം വ്ളോഗ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം ഇല്ലായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയായിരുന്നു ഫെബ്രുവരിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം ഓണം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കി എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ കഴിച്ച് അങ്ങനെ തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ടാണ് ഓണം വ്ളോഗായിട്ടൊന്നും എടുക്കാനും മാത്രം നമ്മൾ പൂക്കളം ഇട്ടില്ല, അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഓണം വ്ളോഗൊന്നും ഇല്ലായിരുന്നു. അത് ഒരാൾ ചോദിച്ചായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണേ. അപ്പം ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ്റെ അഡ്മിഷൻ ശരിയായി, അവനെ ചേർക്കാൻ പോകും. പിന്നെ ബിസിയാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച എൻ്റെ ഓൺലൈൻ ബുട്ടിക്കിന് വേണ്ടിയുള്ള ചിക്കൻ കാരിയുടെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. ഞാൻ പിന്നെയും പറയുകയാണല്ലോ, ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷേ വിചാരിച്ച പോലെ അങ്ങ് ഷോപ്പിംഗ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നാട്ടിലെല്ലാവരും ഓണമൊക്കെ ഭയങ്കര അടിച്ച് പൊളിച്ച് എല്ലാ വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണുമ്പോൾ എനിക്ക് കൊണ്ടുപോകും, ഞാനൊരു വീഡിയോ പോലും ഇപ്രാവശ്യം എടുത്തില്ല എന്നുണ്ട്.
സാരമില്ലല്ലോ അടുത്ത വർഷം. പിന്നെ നമുക്ക് ഇനിയും ദീപാവലി വരികയാണല്ലോ. ദീപാവലിയുടെ ക്ലീനിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ തുടങ്ങി നമ്മുടെ ഡീക്ലട്ടറിങ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം 22 തൊട്ട് നവരാത്രിയാണ്. അതിന് മുമ്പ് നമ്മൾ കിച്ചണും കൂടെ ഡീപ്പ് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മുടെ ഡാൻഡിയയും നമുക്ക് 9 ദിവസം, ഞങ്ങളിവിടെ എല്ലാവരും 9 ദിവസം നോയമ്പെടുക്കുന്നവരാണ്. ആ 9 ദിവസം നമുക്കിവിടെ ഇങ്ങനെ ഗർബ ഉണ്ടല്ലോ, നമ്മുടെ ഡാൻഡിയ ഡാൻസൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് കർവാച്ചൗത്ത്. കർവാച്ചൗത്ത് അറിയാമല്ലോ, നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതിന് എൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും ഇപ്രാവശ്യത്തെ കർവാച്ചൗത്തിന് നമ്മൾ മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് ഉണ്ടായിരിക്കും. പിന്നെ ദീപാവലിയുടെ പ്രിപ്പറേഷൻ. ദീപാവലി നോർത്ത് ഇന്ത്യയിലെ ദീപാവലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണം, പക്ഷേ ഒരു ഡബിൾ ഓണം പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര സെലിബ്രേഷൻസാണ്. ഷോപ്പിംഗ്, നമ്മളത് ഗിഫ്റ്റ് കൊടുക്കും, ഗിഫ്റ്റ് കിട്ടും, പിന്നെ ഷോപ്പിംഗ് എല്ലാ സംഗതികളും. ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷോപ്പ് ചെയ്യുന്നതും, അതായത് ഇത് ഇവിടുത്തെ ഒരു ട്രെൻഡായിട്ടാണ്. ട്രെൻഡ് എന്ന് പറയുന്നത് ശകുൻ എന്ന് പറയും. അതായത് നല്ല ശുഭലക്ഷണമായിട്ടാണ് കരുതുന്നത്. നമ്മൾ പൈസ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് ഷോപ്പിംഗ് ചെയ്യുക. അതായത് ലക്ഷ്മി ദേവിയെ വീട്ടിലോട്ട് ആനയിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഷോപ്പിംഗ് എല്ലാവരും ചെയ്യും കേട്ടോ. അതിനകത്ത് ദീപാവലിക്ക് 2 ദിവസം മുമ്പ് ഒരു ദിവസമുണ്ട് ധൻ തേരസ് എന്ന് പറഞ്ഞ്. ആ ദിവസം എല്ലാവരും ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഏറ്റവും കൂടുതൽ സ്വർണം, വെള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യും. അന്ന് ഷോപ്പ് ചെയ്താൽ വർഷം മുഴുവൻ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നൊരു ഇതുണ്ട് കേട്ടോ. ഒരു ആചാരമാണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദീപാവലി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഭയങ്കര ഫെസ്റ്റിവലാണ്. നല്ല എല്ലായിടത്തും ഒരാഴ്ചത്തെ ഫെസ്റ്റിവലാണല്ലോ. എല്ലായിടത്തും ലൈറ്റ്സും ഗ്യാതറിങ്സും അങ്ങനെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഇതാണ് കേട്ടോ, ദീപാവലി. നവരാത്രി തൊട്ട് നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഡെയിലി നമുക്ക് കവർ ചെയ്ത് വ്ളോഗൊക്കെ ഇടാം. പിന്നെ ഇപ്പോൾ അമ്മയൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആകെപ്പാടെ നല്ലൊരു ഹാപ്പി മൂഡാണ് കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു, ഇവിടുത്തെ അമ്മ പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അച്ഛനും കൂടെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നിന്ന് അമ്മയും അച്ഛനും കൂടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളായല്ലോ, രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യ, എൻ്റെ കാലിലൊക്കെ വേദന എടുക്കും, നമുക്ക് തിരിച്ചു പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നീ അവിടെ നിൽക്കുക, ബില്ല് ചെയ്യുന്നിടത്ത് ഞാൻ പോയി കുറച്ച് സാധനങ്ങളോട് പെടുക്കിക്കൊണ്ട് വരട്ടെ. എന്നിട്ട് ഞങ്ങൾ ബില്ല് പെട്ടെന്ന് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചപ്പം പ്രിയങ്കയൊക്കെ പറഞ്ഞു നല്ല രസമാണ് പ്രിയങ്കയുടെ കാര്യം. പ്രിയങ്ക പറയുന്നത് എനിക്ക് ഫീവറൊക്കെ വന്നാൽ തന്നെ ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കും. അപ്പോൾ അതായത് എൻ്റെ ആപ്പിറ്റൈറ്റിന് ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് നമുക്ക് മക്ഡൊണാൾഡ്സിൽ പോയി ബർഗർ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയിട്ട്, ഞാൻ സാധാരണ മക്ഡൊണാൾഡ്സിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ നിന്ന് കോൾഡ് ബെവറേജസേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. ബർഗറിൻ്റെ കൂടെ ഐസ് ടീ ആയിട്ടും അല്ലെങ്കിൽ കോൾഡ് കോഫി, തംസപ്പ് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഹോട്ട് കോഫീസിനെ പറ്റി ഒരു വിവരമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്രിയങ്ക എടുത്ത് പറഞ്ഞു ഇവിടെ കോൾഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ ഒന്ന് സാധാരണ വെള്ളം കുടിച്ചാൽ മതി, ഞാൻ കോഫി കുടിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അവരോട് ചോദിച്ചു ഹോട്ട് ബെവറേജസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹോട്ട് കോഫി കിട്ടുമെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഹോട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇതിപ്പോൾ കണ്ടിട്ട് പ്രിയ എൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഞങ്ങൾ മഗ്ഡിയിൽ നിന്ന് കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ. ഞങ്ങളെന്നും വൈകുന്നേരം സംസാരിക്കുമെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നത് വേറെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കയറി കുറച്ച് നേരം മെയിൻ കഴിക്കുന്നതിനും കൂടുതൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നത് അത് വേറൊരു വൈബാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അത് വേറൊരു വൈബ് തന്നെയാണ് അല്ലേ. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, അവരുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്ത് കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു രസം. ഞാനൊരു വർഷത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. ലക്നൗ പോയി നിന്ന് 2 ദിവസം നിൽക്കും. കാരണം അവിടെ പ്രിയങ്ക ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന കുറവാണ്. ലക്നൗവിൽ പോയി ഞാൻ സ്റ്റേ ചെയ്യുമ്പം എനിക്ക് അവിടെ കുറേ ഷോപ്പിംഗ് ഒക്കെയും ചെയ്യാം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക മാത്രമാണ്, പ്രിയങ്കയുടെ മോനും പ്രിയങ്ക മാത്രമല്ല. കാരണം പ്രിയങ്കയുടെ ഹസ്ബൻഡ് വൺസ് ഇൻ എ വീക്ക്, അതായത് ഫ്രൈഡേസിലേ വരത്തുള്ളൂ. ഫ്രൈഡേ വന്ന് മൺഡേ പോകും. അപ്പോൾ നമ്മളവിടെ പ്രിയങ്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കുറച്ച് ഫ്രീഡം കൂടുതലാണല്ലോ. നമ്മുടെ ഹസ്ബൻഡ്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിപ്പം നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി ഷോപ്പിംഗ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഒരു പ്രശ്നമില്ല. നമുക്ക് വീട്ടിലെ കാര്യങ്ങളിലൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ പ്രിയങ്ക ഒരു നല്ല ബെസ്റ്റ് ഡ്രൈവറുണ്ട്. നമ്മുടെ ഗലിന്നാണേ പറയുന്നത്, ഏത് ചെറിയ വഴികളിലൂടെ കൊണ്ടുപോകാനും എല്ലാ സംഗതികളും അറിയാമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനും പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ സാധാരണ ഇറങ്ങും. രാവിലെ ഇറങ്ങിയിട്ട് കുറേ ഷോപ്പിംഗ് ചെയ്യും, കുറച്ച് കഴിക്കും, പിന്നെ അതിലെല്ലാം കുറച്ച് നടക്കും. അത് വിൻ്റർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയത് ഡിസംബറിലാണ് കേട്ടോ. അപ്പോൾ വിൻ്റർ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് നടക്കാനും ഈ വഴിയിൽ നടക്കാനും ഒക്കെ ഏറ്റവും സുഖം. അപ്പോൾ ലക്നൗ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഇത്രയും നീറ്റായിട്ടുള്ളൊരു സിറ്റി. പണ്ട് അതായത് കാൺപൂർ ഇപ്പം നീറ്റ്, അതിലും ലക്നൗ ഭയങ്കര വെൽ ഡെവലപ്ഡ് സിറ്റിയാണ് കേട്ടോ.
നല്ല രസമാണ് ലക്നൗവിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ നമ്മുടെ കാൺപൂരിൽ അത്രയും പോലെ ട്രാഫിക് ജാംസും ഇല്ല, സിഗ്നലും ഒക്കെ ഭയങ്കര ബ്രോഡ് റോഡ്സാണ്. അപ്പോൾ നമ്മൾ നല്ല ഒരു എത്രയായാലും യു പിയുടെ ക്യാപിറ്റലാണോ, അപ്പോൾ അവിടെ ചെന്നൊരു ഫീൽ അടിപൊളിയാണ് കേട്ടോ. കുറേ കടകളും ഏത് ബ്രാൻഡ്സ് വേണം, ഇഷ്ടം പോലെ മോൾസും. പ്രിയങ്കയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഏറ്റവും വലിയൊരു മോൾ ഫിനിക്സ് മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇപ്പോൾ വൈകുന്നേരം 7 മണിക്ക് 8 മണിക്ക് മൂഡ് വന്നാലും നമുക്ക് മോളിൽ പോകണമെങ്കിൽ പോകാം, ഒരു ട്രാവലിങ്ങിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കുറേ രസമാണ് കേട്ടോ. പിന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കത്തില്ല, വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ തണുപ്പത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു തണുപ്പത്താണല്ലോ നമുക്ക് ഈ വഴി നടന്ന് ഷോപ്പിംഗ് ചെയ്യാനും സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാനും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു വൈബ് കിട്ടുന്ന തണുപ്പത്ത് പോകണം കേട്ടോ. ഇപ്പം ഞാൻ പോകുമ്പോൾ ഒരുമാതിരി ഹ്യൂമിഡിറ്റി ചൂടാണ്, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് രസമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ലുലുവിൽ വന്നിട്ട് പിന്നെ ഞാൻ തന്നെ പോയി എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറയില്ല വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫ്രൈഡേ ഞാനിങ്ങനെ തിരിച്ചു പോരും. അത് ഇതുപോലെ തന്നെ ട്രെയിനിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3:55 ആയിരുന്നു അവിടുന്ന്. ആ 3:55 ഞാൻ പ്രിയങ്കയോട് പറഞ്ഞു എന്നെ ഡ്രോപ്പ് ചെയ്യൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ക്യാബ് എടുത്തിട്ട് പോയിട്ട് ഇത് ശതാബ്ദി 50 പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കും. അവിടുന്ന് കയറിയിരുന്ന് 3:55 നമ്മൾ കയറി 4:45, അതായത് 3:30 കയറി 4:45 കാൺപൂരെത്തും. അവിടെ പിന്നെ അവിടെ നിന്ന് തന്നെ രാജേട്ടൻ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ സാധാരണ. ഇന്ന് പോയിട്ട് നാളെ വരും, അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്രാഫിക്കിൽ കിടന്നുള്ള ടെൻഷനൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് നമ്മൾ അങ്ങ് എത്തുമല്ലോ. ശതാബ്ദിയാണ്. അങ്ങനെ ഈ വർഷത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നിപ്പോൾ സെപ്റ്റംബറായി. ചിലപ്പോൾ ഈ വർഷം പോകത്തിലേക്ക്. അങ്ങനെ ഈ വർഷത്തെ ലക്നൗ ട്രിപ്പ്, അതായത് പ്രിയങ്കയുടെ അങ്ങോട്ടുള്ള ലക്നൗ ട്രിപ്പ്. ഞങ്ങൾ ഞങ്ങൾ ഫാമിലി എല്ലാ മാസത്തിലും 1 പ്രാവശ്യം 1 പ്രാവശ്യം 2 പ്രാവശ്യം ചിലപ്പോൾ മലയാളം മൂവീസൊക്കെ വരുന്ന കാണാനും ഒക്കെ ലക്നൗവിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പ്രിയങ്കയെ ഞാൻ മീറ്റ് ചെയ്യാറില്ല, ഞാൻ തന്നെ വരുമ്പോഴാണ് പ്രിയങ്കയെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷത്തെ ലക്നൗ ട്രിപ്പ് ഇവിടെ തീർന്നു. കഴിഞ്ഞ വർഷത്തെ അത്ര അടിച്ചു പൊളിക്കാൻ പറ്റില്ല, പിന്നെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അതിപ്പോൾ ഏത് ഫിസിക്കൽ കണ്ടീഷനിലാണെങ്കിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ല രസമാണല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ഐസ്ഡ് ലാത്തെ അതാണ് കേട്ടോ വാങ്ങിച്ചത്. കഴിഞ്ഞ് പ്രിയങ്ക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഹോട്ട് കോഫി കിട്ടി, നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്രൈസാണ് കഴിച്ചത്. പ്രിയങ്ക ഒരു ബർഗറും കഴിച്ചു, ഞാൻ ബർഗർ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഫ്രൈസ് ഇഷ്ടമാണ്, ബർഗർ എനിക്ക് അപ്പോൾ കഴിക്കാൻ തോന്നില്ല, വയറ് നല്ല ഹെവി ആയിട്ടിരുന്നു. രാവിലെ നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ മൺഡേ എനിക്ക് വ്ളോഗിന് കണ്ടൻറ്റ് ദാരിദ്ര്യം എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ വെറുതെ ബൊട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് മുടിയൊക്കെ ശരിക്കും ഇരിപ്പുണ്ട്. ഒരാഴ്ചത്തെ റിവ്യൂ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരാഴ്ചയിൽ നിന്ന് ഞാനിത് വ്ളോഗ് ഇടുന്ന മൺഡേ അല്ലേ, അപ്പോൾ അതായത് ഓൾമോസ്റ്റ് ഞാൻ ഫ്രൈഡേ ഓൾമോസ്റ്റ് 10 days ആയി. മുടി ഇപ്പോഴും നല്ലതായിട്ട് എൻ്റെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ആദ്യം നമ്മൾ ഒരു ഷാമ്പൂ വെച്ചിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം കണ്ടീഷണർ വെക്കുക. കണ്ടീഷണർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് നല്ലൊരു സെറം അപ്ലൈ ചെയ്യുക, നനഞ്ഞ മുടിയിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെയും സെറം അപ്ലൈ ചെയ്യുക. അപ്പോൾ സെറമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മൊറാക്കൻ ഓയിലാണ്. മൊറാക്കൻ ഓയിൽ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു, ആ പാർലറുകാരും പറഞ്ഞു മൊറാക്കൻ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ബെസ്റ്റാണ്, നല്ലതാണ്. കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ടാണ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഈവൻ സ്കിന്നിൽ നമ്മൾക്കത് മുഖത്തൊക്കെ തേച്ചാലും നല്ലൊരു സ്മെല്ലുമാണ്, നല്ല കണ്ടീഷനിങ് തരുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ മൊറക്കൻ ഓയിൽ. അപ്പോൾ ഞാൻ പക്ഷേ ഈ ജിമ്മിൽ പോകുമ്പോൾ അവർ പറഞ്ഞു നമ്മളെ മുടി എത്ര നമ്മൾ സ്വെറ്റ് ആകുന്നോ അത്രയും ഇതിന് കുഴപ്പമാണ്. അപ്പോൾ അതൊരു ജിമ്മിൽ പോകുമ്പോൾ ഒന്നെങ്കിൽ തുണിയൊക്കെ വെച്ച് കെട്ടിയാൽ നല്ലതായിട്ട് സിറം വെച്ചിട്ട് പോകണം. പക്ഷെ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് പിറ്റേ ദിവസം ഞാനും രാജേഷനും കൂടെ പിന്നെയും ലക്നൗവിന് പോകാം. ഞാൻ തിരിച്ച് വൈകുന്നേരം വന്നതിന് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ അമ്മയും അച്ഛനെയും വിളിക്കാനായിട്ട് ഞാനും രാജേഷനും കൂടെ പോവാണ്. അപ്പം ഞങ്ങൾ കാറിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടായിരിക്കുമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങി. പക്ഷെ അന്ന് അത്ര വലിയ ട്രാഫിക് ഇല്ലായിരുന്നു, പണി നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമുള്ളായിരുന്നു. ഇപ്പം നമുക്ക് ആരെങ്കിലും എയർപോർട്ടിൽ നിന്നൊക്കെ പിക്ക് ചെയ്യണമെങ്കിൽ കാറിൽ തന്നെ വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ വഴിയിൽ ഇതുപോലെ തന്നെ വിശന്നപ്പോൾ ഞങ്ങൾ വിശന്നല്ല ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ വൈൽഡ് ബീൻ കാഫേ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ. അവിടെ ഞാനിങ്ങനെ കയറി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, ജ്യൂസോ എന്തെങ്കിലും രാജേഷേട്ടൻ ഒരു കോൾഡ് കോഫി വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ജ്യൂസിൻ്റെ ആളാണ്, അപ്പോൾ ഞാനിങ്ങനെ ജ്യൂസ് നോക്കിയെടുക്കുകയാണ്. രാജേഷേട്ടൻ ഒരു കോൾഡ് കോഫി എടുത്തു. അപ്പോൾ അച്ഛൻ്റെ അമ്മയും നേരത്തെ വരാൻ പ്ലാനില്ലായിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ എങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ രാജേഷേട്ടൻ കുറച്ച് വെളിയിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് അവരൊരു 1 മാസം നിൽക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ദീപാവലി കഴിഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഇതുണ്ട് വൈൽഡ് ബീൻ കഫേ എന്ന് പറഞ്ഞാൽ മിക്ക പെട്രോൾ പമ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവിടെ ഞാൻ കണ്ടതായിട്ടൊരു ഓർമ്മ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ഐസ്ക്രീമിൻ്റെ അത് തുറന്ന് നോക്കിയപ്പോൾ ട്രിക്സി എന്ന് പറഞ്ഞിട്ടൊരു ചീസ് കേക്ക് തന്നെയാണ്, തണുത്ത്. അതൊന്ന് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം ജിമ്മിൽ, അതായത് ഈ ഒരാഴ്ച നമ്മൾ ലക്നൗവിലൊക്കെ പറഞ്ഞ ജിമ്മിലും പോയിട്ടില്ല. അങ്ങനെ ആലോചിച്ച് അത് തന്നെ ഞാൻ പിന്നെയും ടിക്സി എന്ന് പറഞ്ഞിട്ടുള്ള അത് ചീസ് കേക്ക് എടുത്ത്. നല്ലതായിരുന്നു കേട്ടോ, എൻ്റെ തീരുമാനം നല്ലതായിരുന്നു.
അങ്ങനെ അതായത് ഞങ്ങളിവിടുന്ന് എത്ര മണി കഴിഞ്ഞപ്പോൾ 2 മണിയായപ്പോൾ ഇറങ്ങി 3:45 അവരുടെ ഫ്ലൈറ്റ് 4:05 ലാൻഡിങ് ആയിരുന്നു. കറക്റ്റ് സമയത്തല്ല 4:04 ഞങ്ങൾ കറക്റ്റ് 4 എയർപോർട്ട് എത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പതുക്കെ വന്നത്. അങ്ങോട്ട് പോയപ്പോൾ നല്ല സുഖമായിട്ട് 1.5-3 മണിക്കൂർ കൊണ്ട് നമ്മൾ എയർപോർട്ട് എത്തി കേട്ടോ. അതുകൊണ്ട് ഒരു ടയറിങ് ആയിട്ടും തോന്നുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് പോയത്. ഓടി പോകുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ശരിക്കും ശരിയായിട്ടേ ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷേ ജസ്റ്റ് പിന്നെ ഞാൻ ഇടാമല്ലോ എന്ന് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരവിടെ സാൻഡ്വിച്ചസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അവരുടെ മെഷീൻ എന്തോ ഓഫാണ്, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡും കിട്ടത്തില്ല, നിങ്ങൾക്ക് നോർമൽ അവിടെ പാക്ഡായിട്ട് വെച്ചിരിക്കുന്ന ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഇത് വാങ്ങിച്ചു, ഒരു അശ്വറിന് ഒരു കോഫി വാങ്ങിച്ചു. പിന്നെ ബൈ 1 get 1 ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഖാന നല്ല ഹെൽത്തിയാണ്. ഇപ്പം നാട്ടിലും കിട്ടുന്നുണ്ട്, ലോട്ടസ് സീഡാണ്, അതിൻ്റെ ഒരു സ്നാക്ക് വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിന് കുറച്ച് അടുത്തെത്താറായി കേട്ടോ. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ പ്ലാൻ എന്ന് വെച്ചാൽ അമ്മയൊക്കെ വന്നു കഴിഞ്ഞ് അമ്മയും കൊണ്ട് തിരിച്ച് വരുന്ന കഴിക്കുമ്പോൾ ഞാൻ വഴിയിൽ നിന്ന് ഡിന്നർ കഴിക്കാം. അവർ ടയേർഡ് ആയില്ലെങ്കിൽ, അതായത് 7 മണിയാകുമ്പോഴത്തേക്കും ടയേർഡ് ആയില്ലെങ്കിൽ വൈകിട്ട് വഴിയിൽ നിന്ന് തന്നെ ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ രാവിലെ അവിടെ നിന്ന് അവർക്ക് ഞങ്ങൾ ലക്നൗവിൽ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ കാൺപൂർ വന്നാൽ മതി. ലക്നൗവിൽ എടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റ് ഇല്ല, അതായത് ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യുമെങ്കിലും അവർക്ക് ഇറങ്ങണ്ട. അവിടെ ഒരു 45 മിനിറ്റ്സ് ലാൻഡ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി, ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യേണ്ട. സാധാരണ നമ്മൾ കാൺപൂരും മിക്കവാറും ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് ചേഞ്ച് ചെയ്യും, ലേ ഓവറുണ്ട്. ഇതാകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് അത് ലക്നൗവിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ബുക്ക് ചെയ്തത്. അത് കുറച്ചും കൂടി ഈസിയാണല്ലോ, ഇറങ്ങി പിന്നെ വേറെ മാറി കയറുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് 11:40 ഫ്ലൈറ്റ്, 4:40 ഡയറക്റ്റ് നമ്മുടെ ലക്നൗ വന്ന് ഇറങ്ങും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ലക്നൗ വഴി ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി 5 മണി 4:45 ആകുമ്പോഴത്തേനും ഇറങ്ങിയിട്ട് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 മണിയാകുമ്പോഴത്തേനും കാൺപൂർ എത്താറാവും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ 5 മണിയല്ല. അത് ഞങ്ങൾ വന്ന് ചായ കുടിച്ചു. ചായയുടെ കൂടെ കുറച്ചെന്തോ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട ഇനി വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി, ഒന്ന് കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അതുകൊണ്ട് എങ്ങും ഇറങ്ങാതെ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണേ. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗിനകത്ത് ഞാൻ ഇത്രേ ഉള്ളൂ. അതായത് ഞാനൊന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മളിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി വേണമെന്ന്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ ഒരു ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഈ ആഴ്ച ഞാൻ ഭയങ്കര കുറച്ച് വീഡിയോസ് ഇടാനായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ റെഗുലറായിട്ട് പിന്നെയും തുടങ്ങണം. ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർക്കുന്നതിന് അടുത്ത പ്രാവശ്യം ഈ ആഴ്ച തൊട്ട് ഒരു 3 വീഡിയോസ് വെച്ചെങ്കിലും ഇടണം എന്നൊക്കെ ഇട്ടത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ അതുകൊണ്ട് പതുക്കെയാണ്. ഇപ്പോൾ ഷോർട്സും ഇടുന്നില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ അവിടെയൊന്നും പോയപ്പം ഞാൻ ഷോർട്സ് ഇടുന്ന മിക്കവാറും വർക്കൗട്ടിൻ്റെ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നും വീഡിയോസ് എടുത്തിട്ടേ ഉണ്ടായില്ല. ഇതൊക്കെ മാത്രമേ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് മൺഡേ ഞാൻ രാവിലെ വർക്കൗട്ടിനൊക്കെ പോയി. അപ്പോൾ ഇന്നോട്ട് ഇനി ഷോർട്സൊക്കെ ഇട്ട് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് വരാം, നോർമൽ റുട്ടീനിലോട്ട് വരാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിൽ ചെന്നു. അമ്മയൊക്കെ പിക്ക് ചെയ്തു, തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ ഒരു അനന്ത് ഭോഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന എല്ലാ ആൾക്കാരും ചായ കുടിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ കയറി ചായ കുടിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു ടിക്ക വാങ്ങിച്ചു. അച്ഛൻ പിന്നെ നോർത്ത് ഇന്ത്യൻ സംഗതികളൊക്കെ വേണ്ട, അച്ഛനൊന്ന് ട്രൈ ചെയ്ത് പോലില്ല, കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കഴിക്കത്തില്ല. അമ്മ പിന്നെയും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വൈൽഡ് ബീൻ കഫേ എന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ചിപ്സ്, പീനട്ട്, ഒരു പീനട്ട് വാങ്ങിച്ചാൽ 2 പീനട്ട് ഫ്രീ, അതോ 2 വാങ്ങിച്ചാൽ 1 ഫ്രീയോ, ബൈ 2 get 1 ഫ്രീ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അതുപോലെ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇത് മാത്രം ചീസ് കേക്ക് മാത്രം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്. ജസ്റ്റ് ഇനി നമുക്ക് ആ എയർപോർട്ടിൽ ചെന്ന് അമ്മയൊക്കെ മീറ്റ് ചെയ്യുന്നിടം വരെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നാളെ തൊട്ട് പിന്നെ നമുക്ക് ഞാൻ ഓർക്കുന്ന ഇനിയിപ്പം ഇന്ന് മൺഡേ ആണല്ലോ, ഈ ആഴ്ച പിന്നെ വെനസ്ഡേ ഒക്കെ വ്ളോഗ് ഇടാമെന്ന് വെച്ചു. ഇന്ന് നമുക്ക് ഗർബയുടെ പ്രാക്ടീസാണ് കേട്ടോ നടക്കുന്നത് ഈ ആഴ്ച മൊത്തം. 22 തൊട്ട് നവരാത്രി ആണല്ലോ. നവരാത്രിക്ക് നമ്മൾ 9 ദിവസം ഫാസ്റ്റിംഗ് ആണ്. ആ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ഡാൻഡിയ ചെയ്തത്. ഗുജറാത്തിലെ ഫെസ്റ്റിവലാണ് മെയിനായിട്ട്. പക്ഷേ ഇപ്പോൾ കാൺപൂരും കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഡാൻഡിയ നൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഓണത്തിന് നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സ്കേർട്ടും ബ്ലൗസും അതുപോലെ തന്നെ അതായത് നമ്മുടെ ഹാഫ് സാരി പോലത്തെ ഒക്കെ കൊണ്ടുവന്നായിരുന്നു ഓണത്തിന് കൊടുക്കാനായിട്ട്. ഓണത്തിന് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓർത്തു അതിനും ഡാൻഡിയയ്ക്ക് നമുക്ക് അതുപോലെ കൊടുക്കാം. ഏകദേശം തിരിച്ച് തന്നെയാണല്ലോ, ഹാഫ് സാരി തിരിച്ചു കൊടുക്കുന്നതാണല്ലോ ഗുജറാത്തി ഡ്രസ്സ്. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലക്നൗ എയർപോർട്ടിലെത്തി.
നമ്മൾ ചെന്നപ്പോഴേ ഫ്ലൈറ്റ് ലാൻഡിങ് ആയി. അവർ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങി വന്നു. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. ഇത് 2-3 ദിവസത്തെ ഇത് ഒപ്പിച്ചുള്ള ഒരു വ്ളോഗാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.